ഭാരതത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ദ്വിദിന UAE സന്ദർശനം നാളെ മുതൽ. അബുദാബിയിലെ ഹിന്ദു ശിലാക്ഷേത്രത്തിന്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് UAEയിലെത്തുന്ന നരേന്ദ്രമോദി അഹ്ലൻ മോദി എന്ന പൊതുപരിപാടിയിൽ പങ്കെടുത്ത് സംസാരിക്കും. ബുധനാഴ്ച ദുബായിൽ നടക്കുന്ന ലോക സർക്കാർ ഉച്ചകോടിയെയും അദ്ദേഹം അഭിസംബോധന ചെയ്യും. UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാൻ, UAE വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം എന്നിവരുമായുള്ള കൂടിക്കാഴ്ചകളടക്കം തിരക്കിട്ട പരിപാടികളാണ് പ്രധാനമന്ത്രിയുടെ UAE സന്ദർശനത്തോടനുബന്ധിച്ച് ഒരുക്കിയിട്ടുള്ളത്. ഇന്ത്യ UAE നയതന്ത്ര വ്യാപാര ബന്ധത്തിന് കരുത്തു പകർന്ന് കഴിഞ്ഞ 8 മാസത്തിനിടെ മൂന്നാമത്തെയും 2015 ശേഷം 7ാമത്തെയും സന്ദർശനത്തിനാണ് നരേന്ദ്രമോദി UAEയിലെത്തുന്നത്. നാളെ UAE പ്രസിഡന്റുമായി കൂടിക്കാഴ്ച നടത്തും. ഇരു രാജ്യങ്ങളും തമ്മിൽ ഉഭയകക്ഷി ബന്ധം മെച്ചപ്പെടുത്തുന്നത് സംബന്ധിച്ച് കൂടിക്കാഴ്ചയിൽ ചർച്ചയാകുമെന്ന് ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവനയിൽ അറിയിച്ചു. ചൊവ്വാഴ്ച തന്നെ അബുദാബിയിൽ ഒരുക്കുന്ന അഹ്ലൻ മോദി എന്ന പരിപാടിയിലും പ്രധാനമന്ത്രി പങ്കെടുക്കും. ചടങ്ങിൽ സംബന്ധിക്കുന്നതിന് രജിസ്റ്റർ ചെയ്ത ഇന്ത്യൻ പ്രവാസികളുടെ എണ്ണം 60,000 കവിഞ്ഞു. പ്രവാസി സമൂഹവുമായി പ്രധാനമന്ത്രി സംവദിക്കുന്ന ചടങ്ങ് സായിദ് സ്പോർട്സ് സിറ്റി സ്റ്റേഡിയത്തിലാണ് അരങ്ങേറുക. ബുധനാഴ്ച ഉച്ചയോടെ ദുബായിൽ നടക്കുന്ന വേൾഡ് ഗവൺമെന്റ് ഉച്ചകോടിയെ അദ്ദേഹം അഭിസംബോധന ചെയ്യും. വൈകിട്ട് പശ്ചിമേഷ്യയിലെ ഏറ്റവും വലിയ ഹിന്ദു ശിലാക്ഷേത്രം അബുദാബിയിൽ ഉദ്ഘാടനം ചെയ്യും. അതേസമയം 2 ദിവസത്തെ UAE സന്ദർശനത്തിന് ശേഷം പ്രധാനമന്ത്രി ചൊവ്വാഴ്ച ഖത്തറിലെ ദോഹയിലേക്ക് പോകുമെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. ഖത്തർ അമീർ ഷെയ്ഖ് തമീം ബിൻ ഹമദ് അൽ താനി, മറ്റ് ഉന്നത വ്യക്തികൾ എന്നിവരുമായി പ്രധാനമന്ത്രി ഉഭയകക്ഷി ചർച്ചകൾ നടത്തും. തടവിലാക്കപ്പെട്ട 8 മുൻ ഇന്ത്യൻ നാവികസേനാംഗങ്ങളെ വിട്ടയച്ചതായി അറിയിച്ച സാഹചര്യത്തിലാണ് പ്രധാനമന്ത്രിയുടെ ഖത്തർ സന്ദർശനം. 2022 ഓഗസ്റ്റിൽ അറസ്റ്റിലായ ഇന്ത്യക്കാരുടെ മോചനത്തിന് വഴിയൊരുക്കിയ ഖത്തർ അമീറിന്റെ തീരുമാനത്തെ ഇന്ത്യ അഭിനന്ദിക്കുന്നതായും വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവനയിൽ പറഞ്ഞു. ജനം, ദുബായ്.